ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കലവറയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ ജിഞ്ചർ ചിക്കൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. ജിഞ്ചർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇഞ്ചി ആദ്യമേ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഒരു 6-7 സവാളയുണ്ട്. ആ സവാള നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതും നമ്മൾ മിക്സിയിൽ അരച്ച് എടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഇഞ്ചി പേസ്റ്റാക്കുന്നത് പോലെ തന്നെ സവാളയും നമ്മളിന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പാചകമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കതുപോലെ തക്കാളിയുണ്ട്. തക്കാളി ഒരു 2-3 തക്കാളി, അത് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നേ ഉള്ളൂ, മിക്സിയിൽ അടിക്കുന്നില്ല. ഇത് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, പട്ട, തക്കോലം എല്ലാം കൂടെ മസാല ഐറ്റങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളൊരല്പം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി നമുക്ക് ആദ്യമേ തന്നെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി 200 ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു. ഇഞ്ചി അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നു. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യമേ സവാള പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള പേസ്റ്റ് കൂടി നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഇഞ്ചിയോടൊപ്പം ചേർത്ത് വഴറ്റി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ ഇഞ്ചിയൊക്കെ മൂത്ത് നല്ല ഇഞ്ചിയുടെ മണമൊക്കെ വരും. ആ സമയം വരെ നമ്മളിതിനെ വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇത് വറണ്ട് റെഡിയായി വരും. ഡ്രൈ ആവുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഏകദേശം നല്ലതുപോലെ ഡ്രൈ ആയി നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടും ഈ മസാലക്കൂട്ട്. ഇതിന് തന്നെ ഒരു പ്രത്യേക നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു 2-3 തക്കാളിയുണ്ട്. ആ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഈ മസാലയുമായിട്ട് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ അതും കൂടെ ചേർന്നൊരു പേസ്റ്റ് പരുവത്തിലേക്ക്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ പീസുകൾ, വെള്ളമൊക്കെ വാർന്നു പോയ ചിക്കനാണ്, അത് ഇവിടെ ചേർത്ത് ഈ മസാലക്കൂട്ട് നമ്മളിപ്പോൾ ചേർത്ത് ഈ മാന്ത്രിക മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക, ഇത് വളരെ ഡ്രൈ ഐറ്റമാണ്. ഇപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാവൂ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കും. ഇപ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങി അതിലാണ് ഇത് വേവുന്നത്, അല്ലാതെ നമ്മൾ വേറെ വെള്ളം ചേർത്തില്ല. ഇപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വെന്ത് വരുന്നുണ്ട്, കണ്ടില്ലേ? ചിക്കനൊക്കെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞ ചിക്കനിലേക്ക് നമുക്കിനി മുളക് പൊടിയിടാം. മുളക് 1 സ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് ഇട്ടത്. അതുപോലെ തന്നെ ഏകദേശം 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി നമ്മളതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ കുരുമുളക് പൊടി 1 നുള്ള് ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ നാടൻ കറിവേപ്പിലയാണ്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഡ്രൈ ഐറ്റമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാൻ. അല്പം ഗരം മസാല ചേർക്കുന്നു. നമ്മൾ ആദ്യം പട്ട അതുപോലെ തന്നെ പെരിഞ്ചീരകം എല്ലാം ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ്. ഒരു
200 മില്ലിയോളം ഉള്ളൊരു ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഇതിനൊരു മധുരം ആണ് നമ്മുടെ ഇതിന് മെയിൻ കണ്ടൻറ്റ്. ഇത് ഭയങ്കരമായ എരിയല്ല, വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ ആ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാം. അത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് റെസ്റ്റ് ചെയ്യും. ഇനി നമ്മളിതിൽ ചേർക്കുന്ന അവസാനം ഒരു നുള്ള് പഞ്ചസാരയാണ്. കൗതുകം തോന്നും, പക്ഷേ എന്നാലും ഈ ചിക്കൻ കറിയിൽ നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിയില കൂടെ ചേർത്ത് നമ്മുടെ ഇന്നത്തെ ജിഞ്ചർ ചിക്കൻ അടിപൊളിയായ ഡ്രൈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 പൊറോട്ടയോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് 2 ചപ്പാത്തിയോടൊപ്പമാണ് നമ്മളിന്നത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മക്കളിത് ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഇനി കാണും വരെ